നിൻ സുതനേശുവിനെ ഞങ്ങൾക്കേകി നിൻ മക്കളായി ഞങ്ങളെ അംഗീകരിച്ച നിന്റെ സ്നേഹമോർത്ത ഭംഗം സ്തുതിച്ചിടുന്നേ. അംഗീകരിച്ച നിന്റെ സ്നേഹമോർത്ത ഭംഗം സ്തുതിച്ചിടുന്നേ. സൽസമാധാന മാർഗേ നടത്തുന്ന സന്തത സ്നേഹത്തിനാൽ സൽസമാധാന മാർഗേ നടത്തുന്ന സന്തത സ്നേഹത്തിനായി സന്തുഷ്ടിയോടെ നിന്നെ വന്ദിക്കുന്നു ശങ്കയേതും കൂടാതെ. സന്തുഷ്ടിയോടെ നിന്നെ വന്ദിക്കുന്നു ശങ്കയേതും കൂടാതെ. ഇന്നയോളം പാലിച്ച ദേവൻ നീയെന്നും നീ എൻ്റെ ദൈവം. ഇന്നയോളം പാലിച്ച ദേവൻ നീയെന്നും നീ എൻ്റെ ദൈവം. നിന്നെ സേവിക്കും ഞങ്ങൾ ഒന്നായി നിന്റെ പൊന്നു പാദം വണങ്ങി. നിന്നെ സേവിക്കും ഞങ്ങൾ ഒന്നായി നിന്റെ പൊന്നു പാദം വണങ്ങി. സൃഷ്ടിച്ചു നീ ഞങ്ങളെ സ്വപുത്രനാൽ രക്ഷിച്ചു സ്നേഹത്തോടെ. ഓ സൃഷ്ടിച്ചു നീ ഞങ്ങളെ സ്വപുത്രനാൽ രക്ഷിച്ചു സ്നേഹത്തോടെ. പാലിച്ചിടുന്നല്ലോ നിൻ ശുദ്ധാത്മാവാൽ ഭാവിയെ ഭദ്രമാക്കാൻ. പാലിച്ചിടുന്നല്ലോ നിൻ ശുദ്ധാത്മാവാൽ ഭാവിയെ ഭദ്രമാക്കാൻ. സ്തോത്രം ചെയ്യുന്നു ദേവാ തിരുമുൻപിലെത്രയും നന്ദിയോടെ. സ്തോത്രം ചെയ്യുന്നു ദേവാ തിരുമുൻപിലെത്രയും നന്ദിയോടെ. ഇത്രമേൽ സ്നേഹിച്ച നിൻ കൃപയ്ക്കായി എത്രമേൽ വാഴ്ത്തിയിടേണ്ടു. ഇത്രമേൽ സ്നേഹിച്ച നിൻ കൃപയ്ക്കായി എത്രമേൽ വാഴ്ത്തിയിടേണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. കർത്താവിനെ വിശ്വസ്തയോടെ സേവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. എത്രമേൽ നീ എന്നെ സ്നേഹിച്ചല്ലോ. അതിനെ ഞാൻ എത്രമേൽ വാഴ്ത്തിയാലും എത്ര സ്തുതിച്ചാലും പോരാതെ വരില്ല. എത്ര സ്തുതിച്ചാലും മതി വരില്ല. കാരണം നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനെ ഞങ്ങൾക്ക് ദാനമായി നിൻ്റെ മക്കളായി ഞങ്ങളെ സ്നേഹിച്ചു, തിരഞ്ഞെടുപ്പു, അംഗീകരിച്ചു. അതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. രണ്ടാമത് സൽസമാധാന മാർഗേ, സമാധാനമായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ നന്മകളും ജീവനും ഭക്തിയും വേണ്ടതൊക്കെ നീ നൽകി. നീ കൂടെ ഇരിക്കുന്ന സന്തത സ്നേഹത്തിനായി എന്നും കൂടെയുള്ള സന്തത സഹചാരിയായി അവിടുന്ന് കൂടെ ഇരിക്കുന്ന അവിടുത്തെ മഹത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്തുഷ്ടിയോടെ
വളരെ സന്തോഷത്തോടെ നിന്നെ നമിക്കുന്നു, വന്ദിക്കുന്നു. ഭയലേശമന്യേ ശങ്ക കൂടാതെ തന്നെയുമല്ല, ഇന്നയോളം നീ പാലിച്ചു. നീ നല്ല ദൈവമാണ്. നീ തന്നെ എല്ലാ ദിവസവും എൻ്റെ ദൈവം. നിന്നെ ഞങ്ങൾ സേവിക്കും. ഒന്നായി ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ പാദം നമസ്കരിച്ച് നിന്നെ വണങ്ങി നിന്നെ സ്തുതിക്കും. നീ ഞങ്ങളെ സൃഷ്ടിച്ചു. നീ ആ സ്വന്തം പുത്രനാൽ ഞങ്ങളെ വീണ്ടെടുത്തു, രക്ഷിച്ചു, സ്നേഹത്തോടെ പരിപാലിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ നീ ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ച് ആവശ്യമായ എല്ലാ കൈത്താങ്ങളും തന്ന് നിനക്ക് വേണ്ടി ഒരുക്കി നിത്യരാജ്യത്തിലെത്തിക്കുന്ന ശുശ്രൂഷ നിൻ്റെ ആത്മാവിന് നീ നൽകി. അതിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകാൻ കൃപ ചെയ്യണമെന്ന് പാടിയിരിക്കുന്ന മനോഹരമായ പാട്ടാണല്ലോ. പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇനിയും നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ ദാസനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോയപ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവയായ ദൈവം യാക്കോബിനോട് പറയുന്ന വാക്കുകളാണ്. നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അനന്തരം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിൻ്റെ സഹോദരനായ ഏശാവിന് മുമ്പിൽ നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്നാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം യാക്കോബിനോട് പറയുന്നത്, അല്ലേ യാക്കോബേ, നീ ഇനി മുതൽ ഇവിടെയല്ല പാർക്കേണ്ടത്. ഇനി മുതൽ നീ പാർക്കേണ്ടത് ബേഥേലിലാണ്. ദൈവത്തിന് സ്തോത്രം. ബേഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവഭവനമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലയോ യാക്കോബേ, നിനക്ക് ഇവിടെ ഇനി എന്താണ് കാര്യം? നീ ഇനി ഇവിടെയാണോ പാർക്കേണ്ടത്? ഒരിക്കലുമല്ല. നീ പാർക്കേണ്ടത് ദൈവഭവനത്തിലാണ്. ഓരോ ദൈവപൈതലിനെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഏലിയാവിനോട് ദൈവം ചോദിച്ചു, ഏലിയാവൻ, നിനക്കിവിടെ എന്ത് കാര്യം? ഒരു ദൈവപൈതൽ അവൻ ആയിരിക്കേണ്ടതല്ലാത്ത സ്ഥാനത്ത്, അവൻ ഒരിക്കലും നിന്നുകൂടാത്ത സ്ഥാനത്ത് അവനെ കണ്ടാൽ ദൈവം ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയ മകനെ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ ദൈവഭവനത്തിൽ ചെന്ന് പാർക്ക്. ബേഥേലിൽ നീ ആയിരിക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. നീ ബേഥേലിലാണ് ആയിരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ബേഥേലിലേക്ക് പുറപ്പെടണം. നീ ആയിരിക്കേണ്ടത് ബേഥേലിലാണ്. ദൈവത്തിന് സ്തോത്രം. അതിനായി നീ എഴുന്നേറ്റ് പുറപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവപൈതലെ, നിന്നോട് ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. എഴുന്നേൽക്കുക. മടി വിചാരിച്ചുള്ള ഇരിപ്പ് മതിയാക്കുക. എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ അവിചാരിതമായി ദൈവസന്നിധി വിട്ടു പോയതായിരിക്കാം. നിനയാത്ത രീതിയിൽ വിവിധ ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. ദൈവത്തിന് ചിലപ്പോൾ ഭീതി മുഖാന്തരമായിരിക്കാം, ചില വെല്ലുവിളികളുടെ മുഖാന്തരമായിരിക്കും, ചില ദാരിദ്ര്യത്തിൻ്റെ മുഖാന്തരമായിരിക്കാം, ഒരുപക്ഷെ നിരാശയുടെ കാരണത്താലായിരിക്കാം. എവിടെയെങ്കിലും വന്ന് പറ്റിപ്പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, എഴുന്നേൽക്കുക. നിൻ്റെ മടി വിചാരിച്ചുള്ള ഇരിപ്പ് മതിയാക്കി എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. എബേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, എബേസ്യ ലേഖനത്തിൻ്റെ 14, ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന്, അശ്രദ്ധയായിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, ശുഷ്കാന്തിയില്ലാതെ ജീവിതത്തിൽ നിന്ന്, ഒരു ഏകാഗ്രതയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണരണം. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങുന്നവനെ ദൈവത്തിലെ നിനക്ക് ആത്മീയമായ ഉറക്കമാണ്. ഉണരണം. ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം.
ദൈവത്തിന് സ്തോത്രം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ ഉറങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ സൂക്ഷിച്ചു നോക്കിയാൽ മരിച്ചവരുടെ ഇടയിലാണ് കിടക്കുന്നത്. മരിച്ചവർ ഉറങ്ങുന്നവരല്ല, അവർ നിത്യമായി ഉറങ്ങുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നീ ഉറങ്ങുന്നിടത്തോളം കാലം മരിച്ചവരുടെ ഇടയിൽ കിടന്നാൽ നിന്നെയും അവരെയും തിരിച്ചറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു നാളിൽ നീ മരിച്ചവനായിരുന്നു, നിന്നെ ദൈവം വിളിച്ചു, ജീവൻ നൽകി, ജീവൻ്റെ പ്രകാശത്തിൽ നടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പക്ഷേ വീണ്ടും നിരാശനായി ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണോ? ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നീ മരിച്ചവരുടെ ലിസ്റ്റിലാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം മരിച്ചവനെയും ഉറങ്ങുന്നവനെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നീ ഇങ്ങനെ കിടക്കരുത്, നന്ദി കെട്ടവനായി കിടക്കരുത്. നന്ദി കെട്ടവനായി എന്ന് പറയുവാൻ കാരണമുണ്ട്. ഒരു കാലത്ത് നീ മരിച്ചവനായിരുന്നു, നിന്നെ ജീവിപ്പിച്ച് മൂക്കിൽ ജീവശ്വാസം മുതി നടക്കുവാനും ഇരിക്കുവാനും പറയുവാനും ഒക്കെ ദൈവം നിനക്ക് കൃപ നൽകി. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നൽകിയാണ് നിന്നെ എഴുന്നേൽപ്പിച്ചത്. എന്നാൽ വീണ്ടും സാഹചര്യത്തെ പഴിചാരി കുറ്റപ്പെടുത്തി നിരാശപ്പെട്ട് ഉറങ്ങല്ലേ. നീ കിടക്കുന്നിടത്തോളം കാലം മരിച്ചവരുടെ ലിസ്റ്റിലാണ്. നീ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായി ഒന്ന് എഴുന്നേൽക്കുവാൻ, ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ പ്രകാശം പോയി, ജീർണിച്ച ഇരുളിൻ്റെ അവസ്ഥയിലായിപ്പോയി കിടക്കുന്നിടത്തോളം കാലം. അതിനൊരു വ്യത്യാസം വരണ്ടേ? അതിനു വേണ്ടി എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവവേദനയിലെ നീ എഴുന്നേൽക്കുക, ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തി യാത്ര തുടരുക. ഇവിടെ ഇതാ യാക്കോബിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. 2-ാം വാക്യത്തിൽ, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടു കൂടിയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. ഇതാകുന്നു യാക്കോബിൻ്റെ പ്രതികരണം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത്? നിങ്ങൾ എഴുന്നേൽക്കണം, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറി പുറപ്പെടണം. ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട് ആ ഭാഗത്തിന്. ദൈവത്തിന് സ്തോത്രം. നീ ബഥേലിലെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം, യാത്രയ്ക്ക് മുമ്പായി ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ബഥേലിലാണോ എത്തേണ്ടത്? ദൈവഭവനത്തിലാണോ എത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ ചില ക്രമീകരണങ്ങൾ കൂടെ വരുത്തണം. ഒന്നാമതായി നിൻ്റെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം. ഏക സത്യദൈവമല്ലാതെ മറ്റു ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. രണ്ടാമതായി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. നീക്കേണ്ടത് നീക്കണം. അന്യദൈവങ്ങൾ അതൊരിക്കലും പാടില്ല, നീക്കിക്കളഞ്ഞു. രണ്ടാമത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഒക്കെയും നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യാക്കോബ് തന്നോടുകൂടെ ഉള്ളവരുടെ ശുദ്ധീകരണത്തിനായി എന്തെല്ലാമാണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യത്തിൽ, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിന് അരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു, അവർ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവർ അന്യദേവന്മാരെ മാത്രമല്ല, അവരുടെ കാതുകളിലെ കുണുക്കുകളെയും കൂടെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു എന്ന ദൈവവചനം വ്യക്തമായി പറയുന്നു. പുറപ്പാട് പുസ്തകം 33-4
ദോഷകരമായ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തൻ്റെ ആവരണം പിന്നെ ധരിച്ചില്ല എന്ന് നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവം കേട്ടപ്പോൾ ദൈവജനം ദുഃഖിച്ചു. തങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവം ഓർത്ത് നാളിതുവരെ സംഭവിച്ച അവരനുവർത്തിച്ച കാര്യങ്ങളെ ഓർത്ത് ജനം ദുഃഖിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരും തൻ്റെ ആഭരണം പിന്നെ ധരിച്ചതുമില്ല എന്ന് നാം കാണുന്നു. 6-ാം വാക്യം അങ്ങനെ ഹോരേബ് പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്ന് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ യാക്കോബ് ദൈവം അരുളി ചെയ്ത പ്രകാരം സത്യസന്ധമായി കാര്യങ്ങൾ ക്രമീകരിച്ചു തൻ്റെ യാത്ര പുറപ്പെടുകയാണ്. ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം സംസാരിച്ചു, ദൈവാത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്ക് ദൈവവചനം എത്ര കേട്ടാലും നല്ല വചനമായിരുന്നു, നല്ലപോലെ വചനം പറഞ്ഞു എന്ന് മാർഗിട്ടിട്ട് പോകും, ക്രമീകരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുമ്പോൾ വചനം കണ്ണാടിയാണ്, കണ്ണാടി പോലെ നാം വചനത്തിൽ നമ്മെ തന്നെ കാണണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖത്തോ ശരീരത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാമല്ലോ. മുഖത്തെന്തെങ്കിലും വികൃതമായിട്ടിരിക്കുന്നെങ്കിൽ കണ്ണാടിയിൽ കാണാം. വചനമാ കണ്ണാടി. വചനം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും പാളിച്ചകൾ കാണാം. ഒന്നുകിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സംസാരത്തിൽ, ചിന്തയിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വചനത്തിൽ കൂടെ നോക്കുമ്പോൾ അത് കാണാം. അപ്പോൾ എന്ത് വേണം? കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് എന്തെങ്കിലും വിരൂപതയുണ്ടെങ്കിൽ നമ്മളത് നീക്കം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ തന്നെ നമ്മിലുള്ള അരുതായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വചനത്തിലൂടെ കാണുമ്പോൾ അത് നീക്കം ചെയ്യണം. അതല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ അത് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ, നീക്കം ചെയ്തില്ലെങ്കിൽ നാം വചനം വിട്ട് വെളിയിലിറങ്ങുമ്പോൾ പഴയതുപോലെ തന്നെ ആയിപ്പോകും. പിന്നെ നാം നോക്കണമെങ്കിൽ കാണണമെങ്കിൽ വചനത്തിൻ്റെ അടുക്കൽ വരണം. നാം ദൈവവചനത്തിൻ്റെ മുമ്പിൽ നീക്കം ചെയ്യേണ്ടത് നീക്കം ചെയ്താൽ നാം വികൃതമില്ലാത്തവരായി, ആത്മീക വൈകൃതമില്ലാത്തവരായി പിന്നീട് നടക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പലരും വചനം കേൾക്കുമ്പോൾ മാർക്കിടും, നീക്കം ചെയ്യത്തില്ല. കൊള്ളായിരുന്നു, ഇന്നത്തെ പ്രസംഗം നന്നായിരുന്നു, പക്ഷേ സ്നേഹിത, പ്രസംഗം നന്നായിരുന്നു, അത് നന്നായിരുന്നു എന്ന് പറയുന്നത് അത് കേട്ട സന്ദർഭത്തിൽ തന്നെ. എവിടെ വെച്ചാണ് നീ ദൈവവചനം കേട്ടത്? ആ 4 ഭിത്തിക്കുള്ളിൽ വെച്ച് തന്നെ നിൻ്റെ ജീവിതത്തിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ കൂടി കണ്ട കാര്യം ക്രമീകരിച്ചിട്ടേ 4 ഭിത്തി അഥവാ ആയിരിക്കുന്ന ആലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന്, വചനത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വെളിയിലിറങ്ങാവൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ വികൃതം മാറിയില്ലെങ്കിൽ പിന്നെ പരിഹസിക്കത്തില്ലേ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കാനിടയാകും. നിൻ്റെ ജീവിതം ശരിയല്ലല്ലോ, പിന്നെ നീ എന്നോടെങ്ങനെ പറയും? ദൈവത്തിന് സ്തോത്രം. തലയിൽ മുടി കുറവുള്ള ഒരാൾ മുടി സമൃദ്ധമായി വളരുവാനുള്ള എണ്ണ എന്ന് പറഞ്ഞ് കച്ചവടം നടത്തിയാൽ ആരെങ്കിലും അത് വാങ്ങുമോ? തലയിൽ തലമുടി തീരെ നന്നേ കുറവാ, എല്ലാം പൊഴിഞ്ഞിരിക്കുന്ന മട്ടാണ്. അങ്ങനെയുള്ള ഒരാൾ ആ സമൃദ്ധമായ മുടി വളരുവാൻ എന്ന് പറഞ്ഞ് മരുന്ന് കൊണ്ട് നടന്ന വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താതെ നമുക്ക് മറ്റുള്ളവരെ ക്രമീകരിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. വചനത്തിന് മാർഗിടുകയല്ല, വചനം ഏറ്റെടുത്ത് ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണം പ്രാപിക്കാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടേതായ യാക്കോബ് ദൈവം അരുളി ചെയ്ത പ്രകാരം സത്യസന്ധമായി കാര്യങ്ങൾ ക്രമീകരിച്ച് തൻ്റെ യാത്ര തുടരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ചെയ്തതിനാൽ യാക്കോബും തൻ്റെ കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന പ്രദേശത്തിലെത്തി. അവിടെ അവർ യാഗപീഠം പണിതു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് എന്ത് സംഭവിച്ചു? വളരെ ശ്രദ്ധിച്ച് വായിക്കണം.
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവന് യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ അമ്മാരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ യാതൊരു മുൻവിധിയുമില്ലാതെ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാകാതെ അവൻ ദൈവത്തെ പൂർണ്ണമായി നീക്കേണ്ടത് നീക്കി യാഗം കഴിച്ചതുകൊണ്ട് 10-ാം വാക്യത്തിൽ ദൈവം അവനോട്, നിന്റെ പേര് യാക്കോബെന്നല്ലോ, ഇനി നിനക്ക് യാക്കോബെന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകും എന്ന് കൽപ്പിച്ചവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം പിന്നെ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക, ഒരു ജാതിയും ജാതിയുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിൻ്റെ കടിപ്രദേശത്ത് നിന്ന് വരും. കണ്ടോ, ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി പിൻപറ്റിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറ്റി. യാക്കോബ് എന്നുള്ള പേര്, ഉബായി എന്നുള്ള പേര്, യാക്കോബിൻ്റെ അർത്ഥം ഉബായി, അവൻ്റെ പേര് ഇസ്രായേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രഭു. ദൈവത്തെ അവൻ സ്വീകരിച്ചല്ലോ, ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചല്ലോ. അവൻ്റെ ആദ്യത്തെ പച്ച പേര് മാറ്റി, പച്ചയ്ക്കുള്ള പേര് ഉബായി, എന്നിട്ടിപ്പം ദൈവത്തിൻ്റെ പ്രഭു എന്നാക്കി പേര്. ദൈവമൈതലേ, നീ ദൈവത്തിൻ്റെ വചനം, കൽപ്പന, വചനം കേട്ടത് അനുസരിച്ചാൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ പ്രഭു എന്നുള്ള പേര് തരത്തുള്ളൂ. അതനുസരിക്കാതെ ഏറ്റെടുക്കാതെ ഇരുന്നാൽ പച്ച യാക്കോബായിട്ടാണ് ജീവിതം. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കും. ബെരോവയിലെ വിശുദ്ധന്മാർ വചനം കേൾക്കുമ്പോൾ അതങ്ങനെ തന്നെയോ എന്ന് നോക്കി അവരത് സ്വീകരിച്ചായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ദൈവത്തെ അതിൻ്റേതായിട്ടുള്ള അർഹിക്കുന്ന ഗൗരവത്തിൽ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, ദൈവം ആരെന്നറിയണമെങ്കിൽ ദൈവപൈതലെ, നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ദൈവത്തിൻ്റെ ദൂതേറ്റെടുക്കണം, ദൈവത്തിന് സ്തോത്രം പൂർണ്ണമായി സമർപ്പിക്കണം. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. കണ്ടോ, ദൈവം അവനൊരു വലിയ വാഗ്ദത്വം കൊടുത്തു. ദൈവം സന്തോഷിച്ചു. എപ്പോഴാ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചതിൽ. സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? അവൻ്റെ വചനം ഏറ്റെടുത്ത് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവവചനം കേൾക്കാറുണ്ട്, കേട്ടിട്ട് കൊള്ളാം, മാർഗിട്ടിട്ട് പോകാതെ ആ വചനത്തിന് മുമ്പിൽ മുട്ടുകുത്തി, കർത്താവേ, ഇതെന്നോടുള്ള ദൂത, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ നീക്കേണ്ടത് നീക്കുന്നു, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, അതിനെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നുവെന്ന് പൂർണ്ണമായി പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിൻ്റെ പേര് മാറ്റും. നിന്നെ മനുഷ്യർ പല പേരിൽ വിളിക്കുന്നുണ്ട്. മനുഷ്യർ വിളിക്കുന്ന പേരുകളൊക്കെ നിന്നെ മുറിപ്പെടുത്തുന്നതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അന്യപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നിനക്കൊരു പുരോഗമനം കിട്ടുന്നില്ല. എന്നാൽ നീ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം നിൻ്റെ പേര് മാറ്റും. നീ പഴയ ആളല്ലാതെ ആയിത്തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തം തൻ്റെ കൽപ്പന അനുസരിക്കുന്നുള്ളവർക്കാണ്. വാഗ്ദത്തം തൻ്റെ മക്കൾക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. തൻ വചനത്തിൻ്റെ ശബ്ദം ഗ്രഹിച്ച് തൻഹിതം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി വാഴ്ത്തുവിനെ യഹോവയിൻ വന്നാമത്തെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി
ദൈവത്തിൻ്റെ പ്രഭുവായി തീരുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് പേരാകും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഹിതം, തൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരു ജാതിയും ജാതിയുടെ കൂട്ടവും നിന്നിൽ നിന്ന് പുറപ്പെടും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്നും പുറപ്പെടും എന്ന് പറഞ്ഞവനെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവവേദലേ, യാക്കോബ് ദൈവം അരുളി ചെയ്ത പ്രകാരം അക്ഷരം പ്രതി അനുസരിച്ചു. അതുപോലെ അവൻ പ്രവർത്തിച്ച് തൻ്റെ യാത്ര ആരംഭിച്ചു. അതിനാൽ അവൻ ദൈവം അരുളി ചെയ്തെടുത്ത് തന്നെ എത്തിച്ചേർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജീവിതം യാത്രയാണല്ലോ. ക്രിസ്തീയ ജീവിതയാത്ര, വിശ്വാസ ജീവിതയാത്ര. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമാകുന്ന പടകിൽ കൂടെ ലോകമാണ് സമുദ്രത്തിലൂടെ വിശ്വാസമാകുന്ന പടകിൽ കൂടെ യാത്ര. അക്കരെ നാട്ടിൽ ചെന്ന് ചേർന്ന് ആത്മമണവാളനെ കാണുമെന്നുള്ള ഒരു വലിയ വാഞ്ചയോടെ ശുഭപ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്നു. എന്നാൽ വഴിയിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം യാക്കോബ് ചെയ്തതുപോലെ വഴിയിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്ത പ്രകാരം അക്ഷരം പ്രതി അനുസരിച്ച് യാത്ര തുടർന്നതുകൊണ്ട് അക്കരെ ദൈവം അരുളി ചെയ്തെടുത്ത് തന്നെ എത്തിച്ചേരുവാനിടയായി. നാമും അതുപോലെ വേണം. ദൈവത്തിൽ നിന്ന് വിലയേറിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ദൈവത്തിൽ നിന്നും വലിയ വിലയേറിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ആരായിരുന്നു? ദൈവത്തിൻ്റെ വചനപ്രകാരം നിന്നിൽ നിന്ന് രാജാക്കന്മാരും നിൻ്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം. ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. യാക്കോബ്, ദൈവത്തിന് സ്തോത്രം, 12 ഗോത്രങ്ങളുടെ തലവനായി, 12 ഗോത്രപിതാക്കന്മാരുടെ പിതാവായി. ദൈവത്തിന് സ്തോത്രം. ദൈവം അവനെ മാനിച്ചു. ഇന്നും ആ 12 ഗോത്രത്തിൻ്റെ പേരിൽ ദൈവത്തിന് സ്തോത്രം ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലായി ദൈവജനം, അബ്രഹാമിൻ്റെ സന്തതികൾ, അബ്രഹാമിൻ്റെ ആത്മീയ സന്തതികൾ പടർന്നു കിടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുന്നത് പോലെ ചിതറിപ്പോയവർ അവിടവിടങ്ങളായി വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അത് അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതികളാണ്. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കിൻ്റെ തലമുറയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവേദലേ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുക. എല്ലാം ത്യജിച്ച് ദൈവകൽപ്പന മുറുകെ പിടിക്കാതെ യാത്ര പുറപ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണോ? എല്ലാം ത്യജിച്ചു ദൈവകൽപ്പന മറുതലിക്കാതെ നമുക്ക് പുറപ്പെടുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് യാത്ര പുറപ്പെട്ടാൽ നമുക്കും ബഥേൽ ചെന്ന് ചേരുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്നും വിലയേറിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയാകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വസിക്കാം.
അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നാം ഇവിടെ ഇരിക്കുവാനുള്ളതല്ല, നാം പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിൻ്റെ വചനത്തിനായി സ്തോത്രം. ദൈവം ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ. എൻ്റെ വചനം പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപകളും വാഗ്ദത്തങ്ങളും പ്രാപിച്ച് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സഹായിക്കണമേ. നിൻ്റെ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണം, വിടുതലോടെ മുന്നേറുവാൻ സഹായിച്ചാട്ടെ. വിഷയങ്ങൾക്ക് ദൈവം നീക്കുപോക്ക് നൽകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.